അവിടെ എത്തിയോ ആ പൂതന? ഓ എത്തിയോ? എന്താണ് അവളുടെ റിയാക്ഷൻ? മോന്തയിലുള്ള ഭാവം? പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ വെറുപ്പും നേടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ജാസ്മിനെ വിലയിരുത്തുന്നത്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും. എന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാവുന്നതാണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. പുറത്തേക്ക് വന്നു, ഹാങ് ഓവർ മാറിയോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ്? പോയോടത്തോളം മതിയായി, തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ഈ സൈബർ ബുള്ളിങ് നേരിട്ട നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇനി അറിയപ്പെടാൻ പോകുന്ന ജാസ്മിൻ കൂടെയാണ്. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അറിയാം എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഭയങ്കര അലമ്പാണെന്നുള്ളത്. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. സൈബർ ബുള്ളിങ് എന്നെക്കാഴി ഏറ്റവും അങ്ങനെ എന്റെ വീട്ടുകാരാണ്. ഞങ്ങൾ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. നമ്മളിപ്പോ ഒരു മകളെന്ന രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്നതൊക്കെ അപമാനം ഉണ്ടാക്കുന്നതാണല്ലോ നമുക്ക് വിഷമം വരുന്നത്. കുരുത്തക്കെട്ട പിള്ളേരുണ്ടായ വയസ്സുകാലത്ത് തന്തമാർക്കിയത് തന്നെ പ്രയോജനം. ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരും. അച്ഛൻ വിളിച്ചിട്ട് സംസാരിക്കുകയും അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ടില്ല, വിളിച്ചിട്ട് സംസാരിക്കുകയും 2 ദിവസം ഗബ്രിയോട് അടുപ്പം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ ഫോൺ കോളിൽ എന്താണ് സംസാരിച്ചത്? അപ്പം ഇവരിനകത്ത് ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അപ്പാണ് സംസാരിക്കുന്നത്. ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ തമ്പുരാൻ അറിയാം. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. ജാസ്മിൻ ഗബ്രി റിലേഷൻ ആയിരുന്നു. പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ പ്രേമിക്കണം, അല്ലാതെ ഒരുമാതിരി നാട്ടുകാരെയും വീട്ടുകാരെയും മെനക്കെടുത്തരുത്. പുറത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. പെൺകുട്ടികളാവുമ്പോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചില ലവ് അഫെയർ ഒക്കെ ഉണ്ടാവും. നത്തിങ്. ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അടുക്കുന്ന ഒരു സ്വഭാവം. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. എനിക്ക് കംഫർട്ട് ആണെന്ന് തോന്നുന്ന ആൾക്കാരടുത്ത് ഞാൻ പെട്ടെന്ന് അടുക്കും. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. ഇപ്പൊ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ ആയിരിക്കും. പിന്നെ നമ്മളത് പറഞ്ഞു വെച്ചിരുന്ന ഒരു പയ്യൻ ഇരിക്കെ തന്നെ നമുക്കൊരു ഷോയിൽ പോകുമ്പോൾ ഒരു പയ്യനോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ എന്റെ അവിടുത്തെ സാഹചര്യം എന്നെ ആ ഒരു ഇതിലോട്ട് കൊണ്ടെത്തിക്കായിരുന്നു. ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയി എന്നുള്ളത് ഒരു സത്യമായി. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. എന്നാ പിടിച്ചു വെക്കാതെ എനിക്കങ്ങ് പ്രേമിച്ചൂടെ? പറ്റില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരെയും കാസ്റ്റ് വേറെയാണ്. എന്നെ തേച്ചതാണല്ലേ? അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ഞങ്ങൾക്ക് വേറെ ഫാമിലിപരമായി വേറെ കുറെ മീൻസ് റിലീജിയൻ വേറെയാണ്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ഞങ്ങൾക്ക് കുറെ ഇഷ്യൂസ് ആണ്. ഞങ്ങൾക്ക് ഒരിക്കലും കല്യാണം എന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് നടക്കില്ല. വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. ചായയുടെ കേസിൽ ചായയിൽ തുമ്മിയിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗാണ് ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. ഇതുപോലെ ഒന്നേ ഉള്ളൂ, ഇവരെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ആരും കണ്ടില്ല എന്നും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പിന്നെ ഞാൻ ശരിക്കും തുമ്മുന്നത് ചായക്ക് അകത്തോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിന്നപ്പം തുമ്മിപ്പോയതാ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എനിക്ക് വെള്ളം അലർജി എന്ന് പറയുമ്പോൾ പലരും കളിയാക്കും, ഈ വെള്ളം അലർജിയോ കുടിക്കാൻ പറ്റത്തില്ലേ. ശരിക്കും എനിക്ക് വെള്ളം അലർജി. മാസത്തിൽ 2 തവണ കുളിച്ചാലേ എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർജി. പഴയ വ്ളോഗ് തൊട്ട് എടുത്ത് നോക്കിയാൽ കാണാം 24 മണിക്കൂർ ഞാൻ തുമ്മിക്കൊണ്ടിരിക്കണം. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.